5 minutes later. ഇച്ചിരി 5 മിനിറ്റ് പ്ലീസ്. 7:45 8 മണിയാകുമ്പോൾ എണീക്കും. ഇടി എന്തോ ആണോ ചേട്ടൻ ജിമ്മിൽ പോവാ. ഏത് ചേട്ടനാ? അതോ വീട്ടിൽ കഴിക്കാം. പക്ഷെ വീട്ടിലെ പോലെ അല്ല, കഴിക്കണമെങ്കിൽ ഉണ്ടാക്കണം. അമ്മമ്മേനൊക്കെ മിസ്സാവുന്നു. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇനി എന്തെങ്കിലും കഴിക്കാം, പക്ഷെ എന്തെങ്കിലും ഉണ്ടാക്കണം. അയ്യോ, എനിക്കെൻ്റെ വീട്ടിൽ പോകണം. അയ്യോ, ഫുഡ് കഴിക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ മാത്രം എനിക്കെൻ്റെ വീട്ടിൽ പോയാൽ മതി. എനിക്ക് ആ സമയം എൻ്റെ അമ്മേനെയും അമ്മമ്മേനെയൊക്കെ ഇങ്ങനെ മുന്നിൽ കൂടെ പോകും അവർ. ഞാനായിട്ട് തിരഞ്ഞെടുത്തതായിപ്പോയി. അപ്പം നമുക്ക് പോയി ഉണ്ടാക്കാം. ബൈ. ഞാൻ സമാധാനം തരും എനിക്ക് ഇച്ചിരി. കുറച്ച് മതി, ഒരു ലേശം. ഗൈസ്, ഇതാണ് എനിക്കിഷ്ടം. ഇതിൽ ഓട്സ് അല്ല, ഇത് പാക്കറ്റ് മാത്രമേ ഉള്ളൂ. തള്ളായി പാട്ടോ, നിങ്ങൾ മനസ്സിലാക്കണം. വയനാട് എന്ന് പറഞ്ഞ തള്ള. സമയമില്ലാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? കോൺഫ്ലെക്സ് കഴിച്ചിട്ട് പോകണം. അങ്ങനെയാണ് നാട്ടു നടപ്പ്. അല്ലാതെ എനിക്ക് ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല എനിക്കല്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടായിട്ട് ഞാനൊരു കുക്കിംഗ് ബ്ലോഗ് തുടങ്ങും. നല്ല കാപ്പി കുടിച്ചാൽ നല്ല എനർജറ്റിക് ആയിട്ടിരിക്കാം ഡേ മൊത്തം. 9:30 ക്ലാസ്. കാപ്പി സത്യല്ലേ പറഞ്ഞ, എന്തിനു ഓഫ് ചെയ്തു? ഇച്ചിരി പഞ്ചസാരയുടെ കുറവല്ലേ ഉള്ളൂ, അതൊക്കെ കിട്ടാ പോരെ. അതിനുണ്ടല്ലോ, അതുകൊണ്ട് ഇതിലില്ലാത്ത. ഞങ്ങൾ 3 പേരാണ് ഇവിടെ ഒരു റൂമിൽ താമസിക്കുന്നത്. അപ്പോൾ ഒരാള് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. കുട്ടി വരാൻ ലേറ്റ് ആവും. കുട്ടി വരാൻ അവള് വരാൻ ലേറ്റ് ആവും. എത്ര ടൈം വരും? 9:00 അവൾക്ക് തോന്നുന്നു. 9:00 ആയിരിക്കും. എന്നിട്ട് ഒരു പ്രാന്തളകാനുണ്ട് ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ. നമുക്ക് അതിന് മുന്നേ ഇറങ്ങാം. എനിക്ക് വയ്യത് കാണാൻ. നമുക്ക് വന്നിട്ട് നേരെ കോളേജിൽ പോകേണ്ടി വരുമായിരിക്കും. സോ വി നീഡ് ടു പ്രിപ്പയർ ലഞ്ച്. ഞങ്ങളെ വീട് മാറാൻ പോവാം. കാരണം ഇവിടെ നിൽക്കുന്ന ചേച്ചിയുടെ ഫാമിലി വരുന്നതുകൊണ്ട് നമുക്ക് പ്രൈവസി വേണമായിരിക്കും. അവരൊരു 5 പേരുണ്ട്. അപ്പം 3 മക്കളൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ്സിൽ തന്നെ വേറെ ബ്ലോക്കിലേക്ക് മാറിയാലോ എന്ന് പ്ലാനുണ്ട്. എന്തൊക്കെ തലവേദനയാണെന്ന് അറിയോ? ചെറുപ്പായിരിക്കുമ്പോൾ എന്തെങ്കിലും ആലോചിക്കണോ, എന്തെങ്കിലും അറിയണോ? അമ്മയെ ചോറ് പറയുമ്പോൾ ചോറ്, അമ്മയെ പുട്ട് പറയുമ്പോൾ പുട്ട്, പുട്ട്. പിന്നെ നീ ആരെ എഴുത്തച്ഛൻ്റെ വരുന്നോ? അല്ല ഗൈസ്, പോട്ടെ, ബൈ. വീട്ടിൽ നിന്ന് ഞാൻ വന്നപ്പോൾ വിചാരിച്ച് പാത്രം കഴുകുന്നതിലൊരു കുറവുണ്ടാവുന്നു. എവിടുന്ന്? ഞാൻ പണ്ട് മറ്റേ എന്താണ് റെന്റിന് നോക്കിക്കൊണ്ടിരുന്നപ്പം ഞാൻ ആദ്യം നോക്കി എന്തായാലും ഡിഷ് വാഷറൊക്കെ ഉണ്ടോ? എവിടെയോ
വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു, അപ്പാർട്ട്മെന്റ്സിൽ കുറവാ. 4-3-7 പാത്രങ്ങളില് 7 പാത്രങ്ങളില്. ഇനി കോളേജിൽ പോവാം. ബൈ. ഹായ്. ഒന്നുമില്ല, കോളേജിലൊക്കെ പോവാൻ വേണ്ടി. നിനക്ക് കോളേജൊന്നുമില്ലേ? ഇടി എന്താടി നീ എവിടെ നിന്ന് വന്നതാ? ജാതുവിനെ പോലെ ഇരിക്കുന്നു. ബസ്സിട്ട് എല്ലാരും ഇറങ്ങിപ്പോയി. ഞങ്ങൾ മാത്രം, ഞങ്ങൾ മെല്ലെ മേലെയൊക്കെ പോയിരുന്നത്. ഡ്രൈവർ നമ്മൾ മാത്രം ഡ്രൈവറിൻ്റെ അടുത്ത് ചോദിച്ചു എപ്പോഴാണ് നമ്മുടെ സ്റ്റോപ്പ്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, മക്കളെ നിങ്ങൾ കയറി സൈഡ് തെറ്റാണ്, അപ്പത്തുനിന്ന് ഇപ്പത്തതാണ് റൂട്ടേ മാറിപ്പോയി. നോർത്തിലേക്ക് കൊണ്ട് നമ്മൾ സൗത്തിലോട്ടാണ് പോയത്. സൗത്തിലോട്ട് പോകേണ്ടത് നോർത്തിലോട്ട് പോയി. എന്നെ